ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത് ഒരു ആക്സർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഹെൽമെറ്റാണ്. ആക്സർ വെനമസ് എന്നാണ് മോഡലിൻ്റെ പേര്. ഞാൻ ഷോപ്പിൽ വെച്ച് ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഷോപ്പിൽ നിന്ന് വീട് വരെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത്രയും നേരത്തെ ഒരു യൂസർ റിവ്യൂവും കൂടെ ഞാൻ പറയാം. ഇതിൻ്റെ പോസിറ്റീവ് എന്തൊക്കെയാണ്, നെഗറ്റീവ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയാം. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ചാനൽ ഇതുവരെ ഇങ്ങനെ കാര്യങ്ങൾ എത്തിയത്. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട താഴെ കുറച്ച് സോഷ്യൽ മീഡിയാസിൻ്റെ ലിങ്ക്സും കൂടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതാണ് ആക്സർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെൽമെറ്റിൻ്റെ ബോക്സ്. ഒരു പ്രീമിയം ബോക്സ് തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ എയറോഡൈനാമിക് എന്ന് എഴുതിയിട്ടുണ്ട്, ഫാബ്രിക്കട ABS എന്ന് എഴുതിയിട്ടുണ്ട്, ആൻറ്റി സ്ക്രാച്ച്, പിന്നെ സ്ട്രീറ്റ് സ്റ്റൈല്, പിന്നെ യൂറോപ്പിൻ്റെ സർട്ടിഫിക്കേഷൻ CE, പിന്നെ US-ൻ്റെ സർട്ടിഫിക്കേഷനായ ഡോട്ടും സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ളതായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കമ്പനിയുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്ക് പേജ് കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാം പേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. മോഡലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ആക്സർ എപ്പെക്സ് വെനമസ് എന്ന് പറഞ്ഞാണ് പേര്. പിന്നെ കളർ ഡൾ ബ്ലാക്ക് ഗ്രേ എന്ന് പറഞ്ഞൊരു കളറാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, പക്ഷെ ഒരു ഗ്രീൻ മാറ്റ് കളറാണ് ഇതിലുള്ളത്. പിന്നെ പ്രൈസ് എഴുതിയിരിക്കുന്നത് 4,994 റുപ്പീസാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. മാനുഫാക്ചറിങ് ഡേറ്റ് 20 ജൂൺ 2020. പിന്നെ ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റ് ബൈ വേഗ ഓട്ടോ ആക്സസറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. വേഗയാണ് ഇത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കപ്പം ഇത് പുറത്തെടുക്കാം. കണ്ട ഈ ഒരു ബാഗിലാണ് അവർ ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ട, ഇവിടെ ആക്സർ ഹെൽമെറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കപ്പം ഇത് തുറക്കാം. കണ്ട, ഇതാണ് ആക്സർ വെനമസ് എന്ന് പറഞ്ഞൊരു മോഡൽ ഹെൽമെറ്റ്. കണ്ട, പച്ച കളറാണ്, അടിപൊളിയാണ്, ഫ്ലൂറസെന്റ് പച്ച പോലത്തെ ഒരു കളറാണ്. വല്ലാത്തൊരു പച്ച കളറാണ് കേട്ടോ. അത് കൊള്ളാം കേട്ടോ. ആരായാലും ഒന്ന് നോക്കും കേട്ടോ ഈ ഹെൽമെറ്റിൽ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഡീറ്റെയിൽസിൽ ഞാൻ പറയാൻ പോവുകയാണ്. കണ്ട, ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ എക്സ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ ആക്സറിൻ്റെ സിമ്പിളാണ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു മെറ്റലല്ല, ഒരു ഫൈബർ സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എത്ര നാൾ നിൽക്കുമെന്ന് അറിയത്തില്ല. നല്ലൊരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഇതില്ലായിരുന്നെങ്കിൽ ഈ രണ്ട് കണ്ണും കുറച്ചും കൂടെ എറിച്ച് നിന്നേനെ. ഇതൊരു പാമ്പാണ് കേട്ടോ. പാമ്പിൻ്റെ ഒരു ഡിസൈനാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കണ്ട, രണ്ട് പല്ലുണ്ട്. വിശപ്പല്ലാണെന്ന് തോന്നുന്നു കേട്ടോ അത്. പിന്നെ കണ്ട, കണ്ണുണ്ട്. ഇതിന് മറ്റേ എയർ വെൻറ്റ്സ് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത് ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഈ സൈഡിലും ഇതേപോലെ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു എയർ വെൻറ്റ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയുള്ള ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം പറയുന്നത് പിന്നെയെന്ന് വെച്ചാൽ ഇത് ഡ്യുവൽ വൈസറാണ്. കണ്ട, ഇവിടെയാണ് പക്ഷേ ഇത് വരുന്നത്. ഇതിൻ്റെ ഡ്യുവൽ വൈസർ താത്താനും പൊക്കാനും വേണ്ടിയുള്ള സാധനം ഈ ഒരു സൈഡിലാണ്. ഈ സൈഡിലാണ് സാധാരണ ഇൻ്റർകോമൊക്കെ വയ്ക്കുന്നത്. അപ്പം ഈ ഇൻ്റർകോം വയ്ക്കുമ്പോഴത്തേക്ക് ഈ നോബ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ സൈഡിൽ ഞാൻ അധികം ഈ ഇൻ്റർകോം വെച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ. ഇതിലും ഒരു ഫിലിമുണ്ട്, അത് ഇളക്കി കളഞ്ഞാണ്. പിന്നെ വീണ്ടും ഞാൻ വെച്ചതാണ്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ട, ഇതിലാണ് ഡ്യുവൽ വൈസർ കാണാൻ പറ്റുന്നുണ്ട്. പൊക്കാൻ താക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. മറ്റേലൊക്കെ ഇവിടെയാണ് വരുന്നത്. എൻ്റെ MT ഹെൽമെറ്റിലൊക്കെ ഇവിടെയാണ് നമ്മുടെ ഡ്യുവൽ വൈസർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള നോബ്. എൻ്റെ തലയ്ക്ക് മീഡിയമാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ മീഡിയം വാങ്ങിച്ചത്. മീഡിയം, ലാർജ്, XL എന്ന് പറഞ്ഞ മോഡൽ പോകും. ഇതിൻ്റെ ഗ്ലോസി വെർഷനും കിട്ടുന്നുണ്ട്. ഇത് മാറ്റ് ഫിനിഷാണ്. ഗ്ലോസി വെർഷൻ കിട്ടുന്നുണ്ട്. ഇതേ വെനമസ് എന്ന് പറഞ്ഞ ഡിസൈനിൽ തന്നെ 4 കളർ ഉണ്ട്. നീലയുണ്ട്, ബ്ലാക്ക് ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ എറിച്ച് നിന്നത് ഈ കളറാണ്. പക്ഷേ ഈ ഹെൽമെറ്റ് വെച്ച് ഏതൊരു ജംഗ്ഷനിൽ പോയി നിന്നാലും ആരായാലും ജസ്റ്റ് ഒന്ന് നോക്കും. അത്രയ്ക്ക് വല്ലാത്തൊരു പച്ചയാണ് കേട്ടോ. വേറെ ഈ പച്ച കൊണ്ടുള്ള യൂസ് എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഗ്രൂപ്പ് റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദൂരമുള്ള ഒരാൾക്ക് നമ്മുടെ ഹെൽമെറ്റ് സ്പോട്ട് ചെയ്യാൻ നല്ലതാണ് ഈ കളർ. അപ്പം മൊത്തത്തിൽ ഒരു ബ്ലാക്ക്, റെഡ്, അതിൻ്റെ ഇടയിൽ ഒരു പച്ച ഭയങ്കരമായിട്ട് എറിച്ചിരിക്കുന്ന ഒരു വല്ലാത്തൊരു വൈബ്രൻ്റ് കളറാണത്. പിന്നെ അത്യാവശ്യം നല്ലൊരു പാഡിങ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്.
നല്ല പാഡിങ്ങാണ് ഇത്. ഈ പാഡ് ഇളക്കി ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. നല്ലൊരു കംഫോർട്ടുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഡി ടൈപ്പ് ക്ലിപ്പാണ് ഇതിൽ വരുന്നത്. ഈ ഡി ടൈപ്പ് ക്ലിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചും കൂടെ സെക്യൂർ ആണ്. പക്ഷേ യൂസ് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഈ ടാഗ് ഈ രണ്ട് ഡി ക്ലിപ്പിൻ്റെ അകത്ത് കൂടെ ഇട്ട ശേഷം അതിൽ ഒരു ഡി ക്ലിപ്പ് മടക്കണം. എന്നിട്ട് മറ്റേൻ്റെ അകത്ത് കൂടെ പുറത്തെടുത്ത ശേഷം ഇങ്ങനെ ടൈറ്റ് ചെയ്യാം, ലൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? കുറച്ചും കൂടെ സെക്യൂർ ആണ്. ഒരു പക്ഷേ വണ്ടിയിൽ നിന്ന് വീണ് പോയാലും ഇത് കട്ട ലോക്കായിട്ട് ഇരുന്നോളും. മനസ്സിലായി? നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. മറ്റേതാണെങ്കിൽ ചിലപ്പോൾ ക്ലിപ്പ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് നല്ല അത്യാവശ്യം നല്ല കുറച്ച് ഞാൻ ക്ലിപ്പ് ടൈപ്പ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ബാക്കി വരുന്ന സാധനം ഇവിടെ മടക്കി ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാനും പറ്റും. കണ്ട, അപ്പോൾ നല്ല സെറ്റായിട്ട് ഇരുന്നോളും ഹെൽമെറ്റ്. നല്ല സേഫാണ്. അങ്ങനെ വീഴ്ചയിലൊന്നും ഈ ക്ലിപ്പ് ഇളകിയൊന്നും പോകത്തില്ല. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആണ് ഈ ഡി ക്ലിപ്പ്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു എയറോഡൈനമിക് ഡിസൈനിന് വേണ്ടിയാണ് ഈ ഒരു സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എയർ നേരെ ഇങ്ങനെ വന്നിട്ട് പുഷ് ചെയ്ത് ഇങ്ങനെ അങ്ങ് ഫ്ലോ ചെയ്ത് പോകും. അതിനാണ് ഈ ഒരു ഡിസൈൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹെൽമെറ്റാണ്. ഞാനിത് മേടിച്ചതെന്ന് വെച്ചാൽ 4600 രൂപയ്ക്കാണ് ഞാൻ ഈ ഹെൽമെറ്റ് മേടിച്ചത്. ഈ 4600 രൂപയ്ക്ക് നല്ലൊരു ഹെൽമെറ്റ് തന്നെയാണിത്. കണ്ടോ? നല്ല അത്യാവശ്യം പയ്യന്മാർക്കൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. ലോങ് റൈഡ്സിനൊക്കെ യൂസ് ചെയ്യാം. കണ്ടോ? ഇവിടെ ബാക്കിലായിട്ട് വെനമസ് എന്ന് എഴുതിയിട്ടുണ്ട്, ആക്സർ ഹെൽമെറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡോട്ട് സർട്ടിഫിക്കേഷൻ, ECE സർട്ടിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് മീഡിയമാണ്, 1500 ഗ്രാമാണ്. അത്രയും ഡീറ്റെയിൽസ് അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്ലാസ്സിൽ കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട്. ഈ ഒരു ഗ്ലാസിൻ്റെ അകത്ത് തുറക്കാൻ കുറച്ച് പാടാണ്. അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലൂസ് ആയിക്കോളും. കണ്ടോ? ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനാവും ഒരു ഫിലിം പോലെ ഒരു സംഭവമുണ്ട്. ഇത് ആൻറ്റി ഫോഗിങ് കോട്ടിംഗ് ആണ്, ആൻറ്റി ഫോഗിങ് ഫിലിമാണിത്. പക്ഷേ ഫോഗ് വരാതിരിക്കാൻ വേണ്ടി, തണുപ്പ് മറ്റേ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഫോഗ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഫോഗ് വരാതിരിക്കാനല്ല, മാക്സിമം ഇത് റെഡ്യൂസ് ചെയ്യും. ഫോഗിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനാണ് ഈ ഒരു ഫിലിം. കണ്ടോ? ഈ ഒരു ഫിലിം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കണ്ടോ? ഒരു ഫിലിമുണ്ട്. കണ്ടോ? ഇത് ആൻറ്റി ഫോഗിങ് ഫിലിമാണ് അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഗ്ലാസ് പൊക്കാനും താക്കാനും ഇവിടെ ഒരു നോബ് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇപ്പം കുറച്ച് ടൈറ്റാണ്. യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് യൂസ് ചെയ്ത് ആകുമ്പോഴത്തേക്കും ഇത് ലൂസാവും. പിന്നെ ഇവിടെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് എയർ നേരെ അടിയിൽ കൂടെ വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ ഹെൽമെറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെൽമെറ്റ് നേരെ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചാൽ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനായിട്ട് നമ്മളെപ്പോഴും ഹെൽമെറ്റ് വയ്ക്കുമ്പം ഈ 2 ക്ലിപ്പുള്ള സ്ഥലം, ഈ ക്ലിപ്പിടുന്ന ബെൽറ്റ് ഉണ്ടല്ലോ, ഈ ക്ലിപ്പിടുന്ന ബെൽറ്റ് രണ്ട് സൈഡിൽ വലിച്ച ശേഷം ഇരിക്കണം. കണ്ട ഈ ചിന്നൊക്കെ നല്ല അത്യാവശ്യം ടൈറ്റായിട്ടിരിക്കണം. നമ്മുടെ നെറ്റിൻ്റെ ഈ പാഡ് കറക്റ്റ് ഈ നെറ്റിൻ്റെ ഈ ഒരു പൊസിഷനിൽ കറക്റ്റായി നിൽക്കണം. അത്യാവശ്യം നല്ല ഇതാണ്, കൊള്ളാം. നല്ല കംഫോർട്ടുണ്ട്. നല്ല ഹെൽമെറ്റാണ് കേട്ടോ ഇത്. ഞാൻ മുമ്പ് ഒരു MTൻ്റെ ഒരു ഹെൽമെറ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ടാവും. അത് ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് നോക്കണം. ആ ഹെൽമെറ്റ് വെച്ച് നോക്കണമെങ്കിൽ ഇത് കുറച്ച് വെയിറ്റ് കുറവാണ്. മറ്റേത് കുറച്ചും കൂടെ ടൈറ്റാണ്. അത് സെയിം മീഡിയം തന്നെയാണ്, പക്ഷെ അത് കുറച്ചും കൂടെ ടൈറ്റാണ്. അത് കുറച്ച് യൂസ് ചെയ്തിട്ട് പോലും ആ പാഡ് കുറച്ച് ലൂസായി, എന്നാൽ അത് കുറച്ച് ടൈറ്റാണ്. എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കൊള്ളാം. ഇത് മോട്ടോ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സംസാരിക്കാൻ കുറച്ച് എളുപ്പമാണ്. മറ്റേത് കുറച്ച് ടൈറ്റാണ്. എന്നാലും അത് കുഴപ്പമില്ല. അത് കുറേ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചിന്നിൻ്റെ അവിടുത്തെ പാഡ്സൊക്കെ കുറച്ച് ലൂസാകും. കണ്ട? ഈ ഒരു ക്ലിപ്പ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ആദ്യം പഠിച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ട? ഈ ഡി ക്ലിപ്പ് ഇതിൻ്റെ അകത്തിട്ട ശേഷം ഇത് മടക്കി ഇതിൻ്റെ അകത്തിടണം. കണ്ട? ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റും. കണ്ട? നല്ല ടൈറ്റാണ്. എന്നിട്ട് ഇത് മടക്കി ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ക്ലിപ്പിൽ കുത്തി വയ്ക്കണം. ആദ്യത്തെ കുറച്ച് നാളത്തെ ബുദ്ധിമുട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും സെറ്റാവും. കണ്ട? ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ട? ഇത് അനകത്തൊന്നുമില്ല, ഊരത്തൊന്നുമില്ല. ഇത്ര വലിയ വീഴ്ച വന്നാലും നമ്മുടെ ഹെൽമെറ്റ് നമ്മുടെ തലയിൽ നിന്ന് ഊരി പോകത്തൊന്നുമില്ല. കാരണം ഈ ക്ലിപ്പ് ഊരാനും എളുപ്പമാണ്. അവിടെ ഇത് ഇങ്ങനെ താത്തിയ ശേഷം ഇത് നമുക്ക് ഈ രണ്ട് ക്ലിപ്പും കൂടെ വലിച്ച ശേഷം ഇങ്ങനെ ലൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലിപ്പ് മാറ്റിയ ശേഷം ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. കണ്ട? ഊരിയെടുക്കാൻ പറ്റും. കുറച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ക്ലിപ്പ് സെറ്റാവും. ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ക്ലിപ്പ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ടൈപ്പ് ക്ലിപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് ബ്ലൂടൂത്ത് വെക്കാനുള്ളൊരു ഓപ്ഷനും കൂടെ ഇതിൻ്റെ അകത്ത്
ഒരു ഒരു പ്രത്യേക ഒരു ബാക്ക് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ അത് നമുക്ക് വേണമെങ്കിൽ ബ്ലൂടൂത്ത് സെറ്റപ്പ് മറ്റേ മൈക്കും സ്പീക്കറൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് 2 സ്പീക്കറും മൈക്കും ഇവിടെ വരെ മൈക്ക് വരും. പക്ഷേ അത് ചാർജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകിൽ ഇതിൻ്റെ അകത്ത് കൂടെ കേബിൾ ഇറക്കി അത് കുത്തി ചാർജ് ചെയ്യണം. എനിക്കിതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഇൻ്റർകോം വെക്കാനുള്ള ഓപ്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വൈസർ ഓപ്പൺ ക്ലോസും വരുന്നുണ്ട്. ഇവിടെ ഒരു ഇൻ്റർകോം വെച്ചാലും രണ്ടും കൂടെ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. യൂസ് ചെയ്ത് വരുമ്പോൾ ശരിയാവും. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇവിടെയാണ് കംഫോർട്ട്. നമ്മളിപ്പം വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിലേറ്ററിന് കൈ എടുക്കാതെ തന്നെ നമുക്ക് ഇവിടെ ഇൻ്റർകോം ഉണ്ടെങ്കിൽ നമുക്കിവിടെ കോൾ എടുക്കുകയും നമുക്കിപ്പം ബാക്കിയുള്ള ഫങ്ഷൻസൊക്കെ ചെയ്യാൻ പറ്റും. വേറെ മെയിനായിട്ട് ഇഷ്ടക്കുറവുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും 2 ദിവസം ആയതുള്ളൂ വാങ്ങിച്ചിട്ട്. ഞാൻ ഇത് കുറച്ച് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കൂടെ ഒന്ന് പറയാം. ലോങ് ടേം റിവ്യൂ പോലെ ഒരു വീഡിയോ ഇടാം. അപ്പം അതിൽ ഡീറ്റെയിൽസ് പറയാം. പക്ഷേ ഇത് 4600 പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഹെൽമെറ്റാണ് കേട്ടോ. അത്യാവശ്യം പൊളി ലുക്ക് എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയും. പൊളി ലുക്ക് തന്നെ, അടിപൊളി, ഒരു രക്ഷയില്ല, കൊള്ളാം. ആ കളറാണ് ഇറച്ചിരിക്കുന്നത് കേട്ടോ. ആ കളറിൻ്റെ ഒരു പഞ്ചുണ്ടല്ലോ, ആ കളർ ഇറച്ചിരിക്കും. നമ്മളിപ്പോൾ ഹെൽമെറ്റിൽ കണ്ട എന്ത് ഇറച്ചിരിക്കുകയാണ് നമുക്ക്. പിന്നെ ആൻറ്റി ഫോഗിങ് ഫിലിമുണ്ട്, ഡ്യുവൽ വൈസറാണ്, ഇവിടെ എയർ വെൻ്റ് ഓപ്ഷൻ ഉണ്ട്, ഇവിടെ എയർ വെൻ്റ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ എയറോഡൈനാമിക് മോഡലാണ്, ഡീറ്റൈൽഡ് ക്ലിപ്പാണ്, പിന്നെ ബ്ലൂടൂത്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്, പിന്നെ വിൻഡ് കർട്ടൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ.